പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സദൃശ്യവാക്യം 15 അധ്യായം 13 വാക്യം. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു, ഹൃദയത്തിൻ്റെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഹൃദയത്തിലെ സന്തോഷം മുഖത്ത് വെളിപ്പെട്ട് വരും. അത് മുഖത്തിന് പ്രസാദമുണ്ടാക്കിത്തരും. ഇന്ന് പകൽക്കാലവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടോ അത് ആരോഗ്യമുള്ളൊരു ശരീരത്തെ ഉണ്ടാക്കും. സന്തുഷ്ട ഹൃദയം ഒരു നല്ല ഔഷധമെന്ന് വേദപുസ്തകത്തിൽ ഹല്ലേലൂയ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാവിലെയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന, ഹൃദയത്തിനകത്ത് ആനന്ദം പകരുന്ന ജീവിത സാഹചര്യങ്ങളെ കർത്താവ് തരട്ടെ. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കാൻ, ആനന്ദമുണ്ടാക്കാൻ പലതും ശ്രമിക്കാറുണ്ട്. തനിക്കിഷ്ടമുള്ളതൊക്കെയും വാങ്ങിക്കാറുണ്ട്. തനിക്കിഷ്ടമുള്ളതൊക്കെയും ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാറുണ്ട്. ശലോമോൻ രാജാവ് തൻ്റെ സകല മഹത്വത്തിലും ഹല്ലേലൂയ തൻ്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുവാൻ തന്നെ കൊണ്ടാകുന്നതൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വേദപുസ്തകം പറയുന്നു, ഇതെല്ലാം മായയത്രേ. ഇതൊന്നും അദ്ദേഹത്തിന് സന്തോഷം കൊടുത്തില്ല. തൻ്റെ കണ്ണിന് ഇമ്പമായി കണ്ടതൊക്കെയും അദ്ദേഹം പ്രാപിച്ചു. അവസാനം പറയുന്നു, ഇതെല്ലാം മായയാ. ഇന്ന് രാവിലെ സമയത്ത് നമുക്ക് ദൈവം സന്തോഷം തന്നാൽ ആ സന്തോഷത്തെ കെടുത്താൻ, ആ സന്തോഷത്തെ ഇല്ലാതാക്കി മാറ്റാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് 4 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞത്, കർത്താവേ, നീ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധിക സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിലുള്ള സന്തോഷം അത് വലുതാ. അത് ധാന്യത്തിനും വീഞ്ഞിനും വാങ്ങിക്കാൻ പറ്റാത്തതത്രേ. ദൈവം തൻ്റെ സാന്നിധ്യം കൊണ്ട് തരുന്ന സന്തോഷത്തെ അളക്കാൻ ഈ ലോകത്തിലെ ഒരു സ്കെയിലിനും ഒന്നിനും സാധ്യമല്ല. ദൈവം തൻ്റെ ജനത്തെ അങ്ങനെയാണ് സന്തോഷിപ്പിക്കുന്നത്. ഈ പകൽക്കാലം നമുക്ക് വേണ്ടത് ദൈവസാന്നിധ്യത്തിലെ സന്തോഷത്തെയാണ്. ദൈവസാന്നിധ്യത്തിലെ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ടോ അത് മുഖത്തോടെ വെളിപ്പെടും. അത് ശരീരത്തിന് ആരോഗ്യമായിത്തീരും, ബലമായിത്തീരും. ഹല്ലേലൂയ. അപ്പസ്തോലനായ പത്രോസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പറഞ്ഞു തീരാത്ത സന്തോഷത്തിനായി സ്തോത്രം. ദൈവം തരുന്നത് പറഞ്ഞു തീരാൻ പറ്റാത്ത സന്തോഷമാണ്. കാരാഗ്രഹത്തിൽ കടന്നാലും, പീഡനത്തിലൂടെ പോയാലും, പ്രതിസന്ധിയിലൂടെ പോയാലും ആ സന്തോഷത്തെ കെടുത്തിക്കളയാൻ ആർക്കും പറ്റത്തില്ല. എന്നാൽ സന്തോഷമില്ലാത്ത ഒരവസ്ഥയാണോ അത് മുഖത്ത് കാണും. അത് ധൈര്യത്തെ ചോർത്തിക്കളയും. നിങ്ങൾക്കറിയാം നെഹമ്യാവിൻ്റെ ജീവിത ചരിത്രം. നെഹമ്യാവിൻ്റെ ഹൃദയം ഹല്ലേലൂയ വേദനപ്പെട്ടപ്പോൾ അവൻ്റെ മുഖത്ത് ആ ഒരു വാട്ടത്തെ കാണാൻ പറ്റും. മുഖം തളർന്നിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 2 അധ്യായത്തിൽ രാജാവ് നെഹമ്യാവിനോട് ചോദിക്കുന്നു, നെഹമ്യാവേ, നിൻ്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? നിൻ്റെ മുഖത്തിൽ ഇത് മനോവ്യസനമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നെഹമ്യാവിനോട് രാജാവ് ചോദിക്കുന്നു. ഇന്ന് രാവിലെയും നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവ സന്തോഷം തന്നാൽ അത് മുഖത്തോടെ വെളിപ്പെടും. ആ സന്തോഷത്തെ കണ്ട് മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യണം. മറ്റുള്ളവർ അതിനെ ഹല്ലേലൂയ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി ഹല്ലേലൂയ പ്രശംസിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, മിസ്രൈമിൽ കടന്ന ദൈവജനം വളരെ പീഡനത്തിലൂടെയാണ് പോയത്, പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഏത് പ്രതിസന്ധിയിലും കടന്നു പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവജനത്തിന് ഉള്ളിൽ പ്രത്യാശയുണ്ട്. ബാബേലിൽ കിടന്ന ദൈവജനത്തോട് ഹല്ലേലൂയ അവിടുത്തെ ആൾക്കാർ ചോദിച്ചു, നിങ്ങളുടെ സന്തോഷത്തിൽ കുറച്ച് ഞങ്ങൾക്ക് തരാമോ? നിങ്ങളുടെ ഹല്ലേലൂയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്, നിങ്ങളുടെ കിന്നരങ്ങൾ, നിങ്ങളുടെ തപ്പുകൾ, നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ വാദ്യ ഉപകരണങ്ങളും നിങ്ങളിവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ പാട്ട് പാടുന്നില്ല, പക്ഷെ നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം കാണുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ കുറച്ച് ഞങ്ങൾക്ക് തരാമോ എന്ന് അവർ ചോദിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു. അവരുടെ മുഖത്തെ സന്തോഷത്തെ എടുത്തു കളയാൻ ആർക്കും പറ്റത്തില്ല. ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത അതാ. ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞു തീരാത്ത സന്തോഷത്തെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യമുണ്ടോ എന്ന്. ദൈവ സാന്നിധ്യമുണ്ടോ അത് മുഖത്തോടെ വെളിപ്പെടും. പരിശുദ്ധാത്മാവില നമുക്ക് സന്തോഷമുള്ളത്. ഈ റോമാലേഖനം 14 അധ്യായം 17
വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവാ സന്തോഷം തരുന്നത്, ദൈവ സാന്നിധ്യമാ സന്തോഷം തരുന്നത്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തീരാത്ത സന്തോഷം തരുന്നത് അത്രേ. അത് വലിയ കൊള്ള കിട്ടിയ സന്തോഷമെന്ന് 119 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. വലിയ കൊള്ള കിട്ടിയ, വലിയ ധനം കിട്ടിയ സന്തോഷമാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ നമ്മുടെ ശരീരം ബലപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സന്തോഷത്തെ നമ്മുടെ മുഖത്തൂടെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഹൃദയം സന്തോഷിക്കട്ടെ. ഹൃദയം സന്തോഷിച്ചാൽ മുഖത്തൂടെ വെളിപ്പെടും. ഹൃദയത്തിനകത്ത് വ്യസനമുണ്ടെങ്കിൽ കാണുന്നവരെ നെഹമ്യാവിനെ കണ്ട് ചോദിച്ചതുപോലെ നമ്മോടും ചോദിക്കും. ഹാഗാറിൻ്റെ മുഖത്തെ സങ്കടം പോലും ദൈവം കണ്ടു. ദൈവം ഹാഗാറിനോട് ചോദിച്ചു, ഹാഗാറേ, നിൻ്റെ വിഷമം എന്താ? നീ എവിടേക്കാണ് ഓടിപ്പോകുന്നത് എന്ന് ദൂതൻ ചോദിച്ചപ്പോൾ ഹാഗാറിൻ്റെ മുഖത്തെ ആ ഒരു ദുഃഖത്തെ ദൈവം കണ്ടു. ഇന്ന് പകൽക്കാലവും അല്ലെങ്കിൽ ദുഃഖമുള്ള ഹൃദയം ഒരുപക്ഷെ നമ്മുടെ അസ്ഥികൾക്ക് ക്ഷയമായിരുന്ന് നമ്മെ തകർത്തു കളയും. എന്നാൽ ഉള്ളിലെ മനുഷ്യൻ സന്തോഷത്താൽ നിറഞ്ഞാൽ, ദൈവിക സമാധാനത്താൽ നിറഞ്ഞാൽ അത് മുഖത്തൂടെ വെളിപ്പെടും. അതൊരു നല്ല ഔഷധം പോലെ ആയിത്തീരും. ഈ പകൽക്കാലം നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്ന സകലത്തെയും നമുക്ക് മാറ്റിക്കളയാം. സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തിൽ നാം ആയിരിക്കാം. സന്തോഷത്തെ തരുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം. സന്തോഷത്തെ തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് മുഴുകാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക സന്തോഷം കടന്നു വരുമ്പോൾ നമ്മുടെ മുഖത്തൂടെ അത് വെളിപ്പെട്ടു വരും. നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരും. ദൈവിക സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന് നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസമുണ്ടായിത്തീരും. അത് നല്ലൊരു ഔഷധം പോലെ ആയിത്തീരും. ഈ പകൽക്കാലം കർത്താവ് തൻ്റെ സന്തോഷത്താൽ, സന്തോഷത്തിൻ്റെ പരിപൂർണതയാൽ നമ്മെ നിറയ്ക്കട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.